പശ്ചിമേഷ്യൻ യുദ്ധത്തെക്കുറിച്ചാണ്. ഇറാനെതിരായ ആക്രമണം പുനരാരംഭിക്കുന്ന കാര്യത്തിൽ നിലവിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇടയിൽ വലിയ തർക്കം രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ. കഴിഞ്ഞ ദിവസം ട്രംപും നെതന്യാഹുവും ഒരു ഫോൺ കോളിൽ വലിയ ഉടക്കുണ്ടാവുകയും അതിനകത്ത് എന്ന് വെച്ചാൽ ട്രംപിനോട് ഉടക്കിയാണ് ആ ഫോൺ കട്ട് ചെയ്തത് നെതന്യാഹു എന്നടക്കമുള്ള വാർത്തകൾ വരുന്നു. എന്ന് വെച്ചാൽ യുദ്ധം വേഗത്തിൽ പുനരാരംഭിക്കണമെന്നാണ് നെതന്യാഹുവിൻ്റെ ആവശ്യം. പക്ഷേ ട്രംപ് കുറേ കൂടി മധ്യസ്ഥ ചർച്ചകൾക്കും സമവായ ശ്രമങ്ങൾക്കും അനുനയങ്ങൾക്കുമൊക്കെ ഊന്നൽ നൽകുന്നു. പക്ഷേ അപ്പുറത്ത് അങ്ങനെയല്ല, ഏത് സമയവും യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് നെതന്യാഹു എന്ന് പറയുന്നു. അപ്പോൾ ആ നിലക്ക് ഈ രണ്ട് ഭരണാധികാരികളും രണ്ട് തട്ടിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഇറാനെതിരായ യുദ്ധത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്നതാണ് അജിം സർ. അത് ആ ഭാവി എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമായിരുന്നെങ്കിൽ അവരത് ആ ഭാവി പ്രവചിച്ചേനെ. അത് പറ്റില്ല എന്നുള്ളത്. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം പുറത്തുനിന്നൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇറാൻ ആക്രമിച്ച ശേഷം ഇറാനിലെ റെഷീം ചേഞ്ചിൽ റിസ ഷാ പഹലവിയുടെ മകനെയല്ല അവരുദ്ദേശിച്ചത്, അഹമ്മദി നജാദിനെയാണ് എന്നൊരു ലീക്ക് വന്നിട്ടുണ്ട്. അത് സോഴ്സുകൾ ഉദ്ധരിച്ചുള്ളൊരു വാർത്തയാണ്. പക്ഷേ പ്രധാനപ്പെട്ട എല്ലാ വാർത്താ മാധ്യമങ്ങളും അൽ ജസീറ ഉൾപ്പെടെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, അഹമ്മദി നജാദ് ആരാണ്? 2005 മുതൽ 2013 വരെ ഇറാൻ ഭരിക്കുകയും ഹാർഡ് ലൈനർ, അവിടുത്തെ പ്രസിഡന്റ് ഏറ്റവും ഹാർഡ് ലൈനറായിട്ടുള്ള ആളാണ്. ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു വെക്കണമെന്ന് ആവശ്യപ്പെട്ട ആളാണ്. അമേരിക്കയെ വലിയ സാത്താൻ എന്ന് ആവർത്തിച്ച് അവിടുത്തെ UN ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞ ആളാണ്. അങ്ങനെ ഒരാളെ ഖാംനയെ വധിച്ച ശേഷം ഖാംനയുടെ സ്ഥാനത്ത് അഹമ്മദി നജാദിനെ പ്രതിഷ്ഠിക്കാനാണ് ഇരുന്നത്. അഹമ്മദി നജാദിൻ്റെ വീട് ആക്രമിച്ചു. അദ്ദേഹം ഹൗസ് അറസ്റ്റിലാണ്. അപ്പോൾ വീട് ആക്രമിച്ച് അദ്ദേഹത്തിന് പരിക്കേറ്റു. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു വിവരമില്ല എന്നുള്ളതാണ് വാർത്ത. അപ്പോൾ അഹമ്മദി നജാദിനെ ഖാംനയെ റിപ്ലേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുന്ന ബ്രെയിൻ ഉണ്ടല്ലോ, ആ ബ്രെയിനിനോട് ഏത് രാജ്യത്തിനാണ് സംസാരിക്കാൻ കഴിയുക? ഇതൊരു ചോദ്യമല്ലേ. ഇപ്പോൾ കഴിഞ്ഞ മാസം റോയിറ്റേഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതായത് അമേരിക്കയുടെ ഡിപ്ലോമസിയെക്കുറിച്ചാണ് ആ വാർത്ത. അപ്പോൾ അമേരിക്കൻ ഡിപ്ലോമാറ്റുകൾ, ഇപ്പോൾ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ 3000 ജീവനക്കാർ ഒഴിഞ്ഞു കിടക്കുകയാണ്. കുറേയധികം പേര് സ്വയം പിരിഞ്ഞുപോയി, കുറേ പേരെ ഫയർ ചെയ്തു. 3000 ജീവനക്കാരില്ലാതെയാണ് അമേരിക്കയുടെ വിദേശകാര്യ ഈ വകുപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ആവശ്യമില്ല, ഡിപ്ലോമാറ്റുകളുടെ ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റീവ് വിറ്റ്കോഫ് ഇസ്രായേലിലേക്കുള്ള അമേരിക്കയുടെ പ്രതിനിധിയാണ്, മിഡിൽ ഈസ്റ്റിലേക്ക്. അദ്ദേഹം ആരാണ്? അദ്ദേഹം ട്രംപിൻ്റെ ഒരു സുഹൃത്തും റിയൽ എസ്റ്റേറ്റുകാരാണ്. അദ്ദേഹത്തിന് എന്ത് ഡിപ്ലോമസിയെക്കുറിച്ച് അറിയാം? അദ്ദേഹത്തിന് മിഡിൽ ഈസ്റ്റിൻ്റെ ചരിത്രം എന്താ അറിയാം? അദ്ദേഹത്തിന് എന്താണ് നയതന്ത്രജ്ഞത എന്നറിയാവും? അറിയില്ല. അപ്പോൾ ഈ വാണിജ്യ യുദ്ധത്തിൻ്റെ സമയത്ത്, തീരുവ കൂട്ടിയ സമയത്ത് സൗത്ത് കൊറിയ അവർക്ക് അമേരിക്കയുമായിട്ട് സംസാരിക്കണമല്ലോ. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കാൻ ഒരു വഴിയില്ലാതെ അവരെന്ത് ചെയ്യുന്നു, ഒരു വൈറ്റ് ഹൗസിലൊരു ട്രംപിൻ്റെ സഹായിയോടാണ് അവർ ഡിപ്ലോമാറ്റിക് ചർച്ച നടത്തുന്നത്. കാരണം അവർക്കാണ് കുറേ കൂടി ട്രംപ് എന്താണ് ചിന്തിക്കുന്നത്, ട്രംപ് എന്താണ് നാളെ ചെയ്യാൻ പോകുന്നതെന്ന് അറിയുക. അപ്പോൾ അഹമ്മദി നജാദിനെ കൊണ്ട് ഖാംനയെ റിപ്ലേസ് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന തലച്ചോറാണ് അവിടുത്തെ ഡിപ്ലോമസി. അവരോട് ഇറാൻ എങ്ങനെയാണ് സംസാരിക്കുക, ഇറാൻ എങ്ങനെയാണ് സമാധാന ചർച്ച നടത്തുക, എന്ത് പ്ലാനാണ് അവർ മുന്നോട്ട് വയ്ക്കുക? അപ്പോൾ ഇത് അമേരിക്ക നേരിടുന്ന പ്രതിസന്ധി മാത്രമല്ല, ലോകം നേരിടുന്ന പ്രതിസന്ധി. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ, ലോകത്തെ ഏറ്റവും ശക്തിയുള്ള ഒരു രാജ്യം ഡിപ്ലോമാറ്റിക്കലി വട്ടപൂജ്യമാണ്. അവരെന്ത് ചെയ്യുന്ന അറിയില്ല, അവരുടെ ബിഹേവിയർ പഠിക്കാൻ പറ്റില്ല, അവരുടെ എങ്ങനെ സംസാരിക്കുന്ന അറിയില്ല. നമ്മൾ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് ഒരു ഭ്രാന്തൻ്റെ അടുത്തേക്ക് പോകാമെന്നിരിക്കട്ടെ, നമ്മളെങ്ങനെ അയാളോട് ചർച്ച ചെയ്യും? അയാൾ എന്താണ് ഇങ്ങോട്ട് പറയാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്ലാനായിട്ടല്ലേ പോകാൻ പറ്റുക. അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല, എന്തും ചെയ്യുന്ന ഒരു അരക്കിറുക്കൻ പ്രസിഡന്റ്, എക്സെൻട്രിക് പ്രസിഡന്റ് ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കുകയാണ്. ഇതുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ വിഷയത്തിന് ശേഷം ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടാകുന്ന, ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസ് സെനറ്റൊക്കെ കൂടി ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാനുള്ള ട്രംപിൻ്റെ അധികാരത്തെ വെട്ടിക്കുറയ്ക്കുന്ന നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആ നീക്കത്തിൽ ഡെമോക്രാറ്റുകൾ മാത്രമല്ല റിപ്പബ്ലിക്കന്മാരുണ്ട്. അതായത് ട്രംപിൻ്റെ പാർട്ടിയിൽ തന്നെ അവർ രണ്ട് ചേരിയായി തിരിഞ്ഞിരിക്കുകയാണ് ഇറാൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ. ട്രംപ് ഇന്ന് എന്താ പറയുക, യുദ്ധം ഓൾറെഡി തീർന്നു കഴിഞ്ഞു, യുദ്ധം കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ ഉടൻ തന്നെ ഒരു ഡീൽ ഉണ്ടാക്കും എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും? എണ്ണവില താഴേക്ക് വരും, ഓഹരി വിപണി കുറേ കൂടി ഉഷാറാവും. പിറ്റേ ദിവസം പറയും ഞങ്ങൾ ഇപ്പം അടിക്കും എന്ന് പറയും. അപ്പോൾ ഇതെന്ത് നയതന്ത്രമാണ്? ഇതെന്ത് രാഷ്ട്രതന്ത്രജ്ഞതയാണ്? ഇതാർക്ക് എന്താണ് സംസാരിക്കാൻ കഴിയുക? ഇറാനെ സംബന്ധിച്ച് ഇറാൻ എന്ത് പറയും അവരോട്? ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ഇത് പറയാമെന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം അദ്ദേഹം പറയും, ഒരു 10 ഉപാധി മുന്നോട്ട് വെച്ചാൽ പിറ്റേ ദിവസം പറയും ഇപ്പം തന്നെ തുടച്ചു നിൽക്കുമെന്ന് പറയും. പിന്നെ എന്ത് ചർച്ച നടക്കുക? അപ്പോൾ ഇത്തരം ഒരു സംവിധാനത്തിൽ ഇറാൻ യുദ്ധം ട്രംപിൻ്റെ കാലാവധി തീരും വരെ നീണ്ടുപോകാനാണ് സാധ്യത. അത് നമ്മൾ മുമ്പേ പ്രഖ്യാപിച്ചതാണ്. ഇതിൽ ഒരു തരത്തിലുള്ള സമാധാന ചർച്ച ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ട്രംപിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ, അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വരെ മുന്നോട്ട് പോകാനാണ് കൂടുതൽ സാധ്യത. അല്ലാതെ ഇതിൽ ഒരു തരത്തിലുള്ള പോസിറ്റീവ് സയൻസും ഞാൻ കാണുന്നില്ല. ഇത് ട്രംപിൻ്റെ കഴിവുകേടായി കാണണമോ, അതോ ഇതൊരു സ്ട്രാറ്റജിയാണോ?
സ്ട്രാറ്റജി അല്ല, ട്രംപ് ഇത് ശരിക്കും പെട്ടതാണ്. നമ്മൾ പലവട്ടം ഇത് വിഷയം ചർച്ച ചെയ്തു. ആക്ച്വലി ട്രംപ് ആഗ്രഹിച്ചൊരു യുദ്ധമല്ല ഇത്. ട്രംപ് ആഗ്രഹിച്ച യുദ്ധമല്ല, JD വാൻസ് ആഗ്രഹിച്ച യുദ്ധമല്ല, അമേരിക്കയുടെ ഔദ്യോഗിക നേതൃത്വം ആരും ആഗ്രഹിച്ച യുദ്ധമല്ല. പക്ഷേ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിനകത്തുള്ള സയനിസ്റ്റ് ലോബി, നെതന്യാഹു ആ സയനിസ്റ്റ് ലോബിയെ ഉപയോഗിച്ച് അമേരിക്കയുടെ തലയിലിട്ടൊരു യുദ്ധമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെതിരെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അമേരിക്ക പോലുള്ളൊരു സൂപ്പർ പവർ വേണം. അമേരിക്കയുടെ തലയിലിട്ടു. പക്ഷേ ഈ ട്രംപിനെന്ന് ഒന്നാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം റിയൽ എസ്റ്റേറ്റും ഡീൽ മേക്കിങ്ങുമാണ്. എന്താണ് ഈ പറയുന്ന ഇറാൻ എന്താണ്, ഇറാൻ്റെ ശക്തി എന്താണ്? അദ്ദേഹം ഇറാൻ്റെ ശക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ കയ്യിലുള്ള ആർസനൽസ്, ബോംബിൻ്റെ എണ്ണവും അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ റേഡിയസും ഒക്കെ ആയിരിക്കും ആലോചിച്ചിട്ടുണ്ടാകുക. പക്ഷേ അതൊരു രാജ്യമാണെന്നും അതൊരു ഐഡിയോളജിക്കലി ഡ്രിവൺ ആയിട്ടുള്ള രാജ്യമാണെന്നും ഞങ്ങൾ ഇട്ട് ബോംബിടുകയാണ്, നിങ്ങൾ നേതാക്കന്മാരൊക്കെ കൊല്ലുകയാണെന്ന് പറയുമ്പോഴേക്കൊക്കെ അവർ എല്ലാ ഡീലിനും ഒരുങ്ങുമെന്നൊക്കെ പുള്ളി ധരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇത് നമ്മൾ ഗസയിൽ കണ്ടാണ്. ഹമാസിന് അങ്ങനെ എന്തെല്ലാം മൊറട്ടോറിയം കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റൊന്നാൾ ഇത് വിട്ടിരിക്കണം, അല്ലെങ്കിൽ ദ ഹോൾ വിൽ ബ്രേക്ക് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡസൻ തവണയെങ്കിലും ഇങ്ങനെ പ്രസ്ഥാനം ഇറക്കിയിട്ടുണ്ട്. അവർ വല്ലവും മൈൻഡ് ചെയ്തതിന് ഒന്നും നടന്നില്ല. അവസാനം അവരുമായിട്ട് നെഗോഷിയേഷൻ ചർച്ച നടത്തിയിട്ടാണ് ബന്ദികളെല്ലാം വിട്ടയച്ചത്. ഇതേപോലെ ഇറാൻ്റെ കാര്യത്തിൽ എന്താ, ദ ഹോൾ സിവിലൈസേഷൻ വിൽ ബി റൈസ് ടുനൈറ്റ് എന്ന് പറഞ്ഞു അദ്ദേഹം. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഒരൊറ്റ ഭരണാധികാരി അങ്ങനെ പ്രസ്താവന നടത്തിയിട്ടുണ്ടാവില്ല. ഇന്ന് ആ നാഗരികത മുഴുവൻ തുടച്ചു നീക്കപ്പെടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വല്ലതും നടന്നു. അപ്പോൾ ഈ ചൊവ്വാഴ്ച മഹായുദ്ധം നടക്കുമെന്നല്ലേ പറഞ്ഞത്. ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ മെനയാന്ന്. ചൊവ്വാഴ്ചത്തോട് മുഴുവൻ മാസീവ് സ്ട്രൈക്ക് എന്നാണ് പറഞ്ഞത്. മാസീവ് സ്ട്രൈക്ക്. ഒരു ദിവസം പറഞ്ഞാൽ എന്താണ്, ദർ വിൽ ബി നോ ബ്രിഡ്ജസ് ഇൻ ഇറാൻ എന്നാണ്. ഇറാനിൽ ദർ വിൽ ബി നോ ഇലക്ട്രിസിറ്റി ഇൻ ഇറാൻ. ഇങ്ങനെയൊക്കെ എന്തോരം ഡയലോഗുകൾ ഈ മനുഷ്യനടിച്ചു. അപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നത് വെച്ചാൽ പുള്ളിയുടെ കയ്യിൽ കുറേ ബോംബുണ്ടെങ്കിൽ അത് ഇടുന്നൊക്കെ പേടിപ്പിച്ചാൽ ആളുകൾ വഴങ്ങി കൊടുക്കുന്നതാണ്. അങ്ങനെ ചെയ്ത ആളുകളുണ്ട്. അപ്പുറത്ത് ഒരു പ്രസിഡന്റിനെ പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നു, ഒന്നും ഒരല പോലും അനങ്ങിയിട്ടില്ല. പക്ഷെ എല്ലാവരും ഇങ്ങനെയല്ല. മനുഷ്യർ എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ കണ്ടാൽ പേടിക്കുന്ന മനുഷ്യരുണ്ട്, ആയുധങ്ങൾ കണ്ടാൽ ഉണരുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധിശേഷിയൊന്നും ഈ മനുഷ്യനില്ല. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചു, ഈ നെതന്യാഹു ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ, ഒന്ന് അടിച്ചേക്കാം, 3-4 ദിവസം അടിച്ച് കഴിഞ്ഞാൽ അവന്മാരെ തമർത്തി പണിയെടുത്ത് പോരാന്ന് വിചാരിച്ചു. നടന്നിട്ടില്ല. ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷവും ആയിരക്കണക്കിന് കപ്പലുകൾ ഹോർമുസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കടലിൽ സ്റ്റാൻഡേർഡായിട്ട് കിടക്കുകയാണ്. അത് മനസ്സിലാക്കണം. എത്രയായി? ഫെബ്രുവരി 28-ന് തുടങ്ങിയ പരിപാടിയാണ്. ആ കപ്പലുകൾ ഇപ്പോൾ അവിടെ കിടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കപ്പൽപാത അടഞ്ഞു കിടക്കുകയാണ്. സ്വതന്ത്രമായി കപ്പലുകൾ സഞ്ചരിച്ചിരുന്ന കപ്പൽപാത അടഞ്ഞു കിടക്കുകയാണ്. നമ്മൾക്ക് കുറച്ച് കഴിഞ്ഞ ആഴ്ച ഇറാൻ മുമ്പോട്ട് വെച്ച ആ 14 പോയിൻറ്റ് പ്രപ്പോസലെല്ലാം ഓരോ പോയിൻറ്റും നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്താണ്. അതിൽ ഇറാൻ നോക്കൂ, ഈ നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു പറയുന്നത്. അത് ഇറാൻ മുമ്പോട്ട് വെച്ചിരുന്ന പ്രപ്പോസൽ നോക്കൂ, എല്ലാം ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്ന് പറയാവുന്ന ഡിമാൻഡാണ് ഇറാൻ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഡിമാൻഡ് വെക്കാൻ ഇറാന് കിട്ടുന്ന കോൺഫിഡൻസ് എന്താണ്? അത് വളരെ പ്രധാനം. നമ്മൾ ഇവിടെയുള്ള പത്രങ്ങളൊക്കെ വായിച്ചതെന്ന് തോന്നുന്നു, എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ച് ഇതൊന്ന് കൈച്ചിലാകണമെന്ന് ഇറാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുക. അപ്പോൾ അങ്ങനെ കൈച്ചിലാകുന്ന ഒരു ടീം എന്തെങ്കിലും ഒരു പ്രപ്പോസൽ എളുപ്പം സ്വീകരിക്കാൻ സാധ്യതയുള്ളൊരു പ്രപ്പോസലാണ് മുമ്പോട്ട് വെക്കുക. പക്ഷേ അങ്ങനെയല്ല. അവർ വെച്ചിരിക്കുന്ന പ്രപ്പോസൽ ഏതാണ്ടെല്ലാം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അംഗീകരിക്കുകയാണെങ്കിൽ അമേരിക്ക സമ്പൂർണ്ണമായി കീഴടങ്ങുന്നതാണ് അതിൻ്റെ അർത്ഥം. ഒരു പ്രപ്പോസൽ എന്താണ്? ഹോർമുസിൻ്റെ മേളിൽ ഞങ്ങളുടെ സോവറിറ്റി അംഗീകരിക്കണം, അവിടെ കരം പിരിക്കാൻ ഞങ്ങൾക്ക് അവകാശം തരണം, ഞങ്ങളുടെ പെരിഫറിയിലുള്ള മുഴുവൻ അമേരിക്കൻ സേനാ താവളങ്ങൾ ഒഴിവാക്കണം. ഞങ്ങളുടെ പെരിഫറി എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിൽ കിടക്കുന്ന ഞങ്ങൾക്ക് ഈ 27 ബില്യണോ 207 ബില്യണാന്ന് തോന്നുന്നു കോമ്പൻസേഷൻ തരണം. പിന്നെ ഇവരുടെ അറൗണ്ട് 200 ബില്യൺ ആസറ്റ്സ് ഫ്രോസൺ ആയിട്ട് കിടക്കുന്നുണ്ട്. അത് 70 കൊല്ലം മുതൽ ഫ്രോസൺ ആയി കിടക്കണം. അത് മുഴുവൻ ഡീഫ്രീസ് ചെയ്യണം. ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇവർ പറയുന്ന ഈ ന്യൂക്ലിയർ ഇതുമായി ബന്ധപ്പെട്ട എൻറിച്ച്മെൻറ്റുമായി, യുറേനിയം എൻറിച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട അതിനകത്ത് അത് അമേരിക്ക ആ സ്യൂട്ട് കേസ് 460 കിലോ മാറ്റമാണുള്ളതെന്നാണ് പറയുന്നത്. 460 കിലോ അത് അമേരിക്കയിൽ കൊടുക്കണം എന്നാണ് അമേരിക്ക പറയുന്നത്. അത് പറ്റില്ല, ഞങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, ഒരു മൂന്നാം രാജ്യത്തേക്ക്, ഒരു ന്യൂട്രൽ തേർഡ് കൺട്രിയിലേക്ക് കൊടുക്കാം, ഈതർ റഷ്യ ഓർ ഖത്തർ. ഇനി അഥവാ അങ്ങനെ കൊടുത്താൽ തന്നെയും നിങ്ങൾ ഈ കരാറിന് പിൻവാങ്ങിയാൽ അപ്പോൾ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രൊവിഷൻ അതിനകത്ത് ഉണ്ടാകണം. ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും വഴങ്ങില്ല എന്ന നിലപാടാണ് ഇറാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങേർക്കാണ് ഇത് നിർത്തി പോരുകയും വേണം. അപ്പോൾ വഴങ്ങില്ല എന്ന് ഇറാൻ നിൽക്കുകയും ഇങ്ങേർക്ക് അടിക്കാനും പറ്റുന്നില്ല, തിരിച്ചു പോരാനും പറ്റുന്നില്ല. എന്നാൽ ഈ അജിംസ് പറഞ്ഞ ഒരു ഡൊമസ്റ്റിക് ഫ്രണ്ടിലാണ് വലിയ പ്രഷർ വരികയാണ്. അമേരിക്കൻ ജീവിതത്തിൽ വരെ ഇതിൻ്റെ ആഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യൂറോപ്പിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട്. നവംബറിൽ മിഡ് ടേം ഇലക്ഷൻ വരികയാണ്. ഇങ്ങനെയൊക്കെയുള്ള കടന്നാക്കുടുങ്ങിയ പ്രയോഗമുണ്ടല്ലോ മലപ്പുറത്ത്. ആ അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ട്രംപ് ഉള്ളത്. നമുക്ക് യുദ്ധം തുടങ്ങുന്ന അന്ന് ഫസ്റ്റ് ഡേ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അതാണ് നമ്മളിത് പറഞ്ഞത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് സ്വയം ഒരു ഊരാക്കുടുക്കിൽ കടന്നു കയറുകയാണ് എന്ന് നമ്മൾ ഡേ 1
നമ്മൾ ആ നിലയ്ക്ക് വിശകലനം ചെയ്തതാണ്. താഴെ വന്ന മിത്രങ്ങളൊക്കെ പരിഹസിച്ചിട്ടുണ്ട്. എല്ലാം പടമായി യുവമാരിവിടെ കിടന്നിട്ട് ഡയലോഗ് അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊന്നും പടമാക്കാൻ പറ്റുന്നതല്ല. ഇതാണ് അടിസ്ഥാനപരമായുള്ള കാര്യം. അപ്പോൾ ഇന്നിപ്പം സി എൻ എന്നിൽ അഹമ്മദ് നജാദുമായി ബന്ധപ്പെട്ട സ്കൂപ്പ് വരുന്നത് ന്യൂയോർക്ക് ടൈംസിലാണ്. CNN പുതിയ വേറെ സ്കൂപ്പ് വന്നിരിക്കുന്നത്. ഇന്നലെ നെതന്യാഹുവും ട്രംപും തമ്മിൽ ഫോൺ കോൾ നടന്നു. ഭീകരമായിട്ടുള്ള എക്സ്ചേഞ്ച് ആയിരുന്നു. തെറി അതിനെക്കുറിച്ച് അവിടുത്തെ ഒരു നെതന്യാഹുവിൻ്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പറയുന്നത് തലയിൽ തീ പിടിച്ചവനെ പോലെയാണ് ഫോൺ കോളിന് ശേഷം നെതന്യാഹു ഉണ്ടായിരുന്നതാണ്. എന്ന് പറഞ്ഞാൽ നെതന്യാഹുവിനെ സംബന്ധിച്ചത് ഇത് ഇറാനെ തമർക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ അജണ്ട. അതിന് ട്രംപിനെ കിട്ടിയില്ല. ട്രംപിന് അവിടെയുള്ള ബുദ്ധിയുള്ള ആളുകൾ അവരുടെ ഉദ്യോഗസ്ഥന്മാരായിട്ടുണ്ടാവുമല്ലോ. ഈ പണിക്ക് പോയാൽ നമുക്ക് ഇപ്പം തന്നെ അബദ്ധം പിണഞ്ഞു കഴിഞ്ഞു, കൂടുതൽ അബദ്ധത്തിലേക്ക് പോയി ചാടണമെന്ന് ഉപദേശിച്ചിട്ടുണ്ടാവും. എനിവേ ഇത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇത് അത്ര എളുപ്പം തീരുന്നൊരു കാര്യമല്ല. ടൈംസിന്റെ സ്കൂപ്പിൽ 40 യുദ്ധവിമാനങ്ങൾ തകർന്നു ഒക്കെ പറയും. അത് നമുക്ക് CNN ഒരു വിഷ്വൽ സ്റ്റോറി തന്നെ കൊണ്ടുവന്നില്ലേ. ഇവരുടെ ക്യാമ്പുകളിൽ ഉണ്ടായിട്ടുള്ള ഡാമേജസ് എന്താണ്? ഇർറിപ്പയറബിൾ ഡാമേജസ്. അമേരിക്കൻ മിലിറ്ററി ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ഡാമേജുകളാണ് ഉണ്ടായതാണ് അവർ പറയുന്നത്. അത് എവിടെയാണ് നടക്കുന്നത്? ഇവർ സർവ്വസന്നാഹങ്ങളുമായിട്ട് എയർ ഡിഫൻസ് സിസ്റ്റം, ലോകത്തെ ഏറ്റവും മികച്ച എയർ ഡിഫൻസ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന അമേരിക്കയുടെ ഗൾഫ് കൺട്രീസിലുള്ള ക്യാമ്പുകളിലാണ് ഈ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാലമൊക്കെ കുറേയധികം മുന്നോട്ട് പോയിരിക്കുന്നു. ഈ സാമ്രാജ്യം അതിൻ്റെ പതനപാതയിലാണ്. ആ പതനപാതയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് എന്നുള്ള നിലക്ക് തന്നെയാണ് ഈ സംഭവങ്ങൾ നമ്മൾ കാണേണ്ടത്.